إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികൾ, ഇസ്ലാം വിലക്കിയിട്ടുള്ള വൻപാപങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നേരത്തെ ഖുത്ബകളിൽ തുടർച്ചയായി ചർച്ച ചെയ്തു വന്നിട്ടുള്ളത്. അതിൽ ഏഴാമത്തെ കാര്യമായി വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് അനാഥയുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്ന വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. കബായറുമായി ബന്ധപ്പെട്ട് നേരത്തെ നാം മനസ്സിലാക്കിയിട്ടുള്ള ഹദീസിൽ അള്ളാഹുവിൽ പങ്കുചേർക്കുക, സിഹ്ർ ചെയ്യുക, ആളെ കൊല്ലുക എന്ന വിഷയം പറഞ്ഞതിന് ശേഷം അടുത്ത വിഷയമായി പറയുന്നത് അക്ലു മാലിൽ യതീം, അനാഥയുടെ സ്വത്ത് തിന്നുക, ഭക്ഷിക്കുക എന്ന വിഷയമാണ്. അനാഥ, അതായത് യതീം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സാധാരണയായി ബാപ്പ മരിച്ചാലും ഉമ്മ മരിച്ചാലും മക്കളെ സംബന്ധിച്ച് യതീമാണ് എന്ന് പറയും. എന്നാൽ ഇസ്ലാമിക വീക്ഷണത്തിൽ പിതാവ് മരിച്ച പ്രായപൂർത്തിയെത്താത്ത കുട്ടികൾക്ക് മാത്രമാണ് യതീം എന്ന് പറയുക. ഉമ്മ മരിച്ചുപോയ മക്കൾ, അവരെക്കുറിച്ച് യതീമെന്ന് മതപരമായി ഉദ്ദേശിക്കപ്പെടുന്നില്ല. കാരണം പിതാവ് മരിക്കുമ്പോഴാണ് കുട്ടിയുടെ സംരക്ഷകൻ ഇല്ലാതായിത്തീരുന്നത്. ഉമ്മയെ സംബന്ധിച്ചിടത്തോളം കുട്ടിയെ വളർത്തേണ്ട ഉത്തരവാദിത്തമുണ്ട്. സാമ്പത്തികമായ ബാധ്യത ഉമ്മക്കില്ല, ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചാലും ശരി. അതുകൊണ്ട് തന്നെ ഉമ്മ മരിച്ചു എന്നതുകൊണ്ട് കുട്ടി സംരക്ഷകനില്ലാതാകുന്നില്ല. പിതാവ് മരിക്കുമ്പോഴാണ് സാമ്പത്തിക ബാധ്യതയുള്ള, സംരക്ഷണ ഉത്തരവാദിത്തമുള്ള ആളുടെ മരണം കൊണ്ട് കുട്ടി യതീമായിത്തീരുന്നത്. അത് തന്നെ ഏതുവരെയാണ് ഒരാളെ യതീമായി പരിഗണിക്കേണ്ടത്? നമ്മുടെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരു പിതാവ് മരിച്ച ഒരു കുട്ടി ചെറുതാണ്, അത്ര വലുതായിട്ടില്ല, ഒരു 10-20 വയസ്സായിട്ടില്ല എന്നൊക്കെ തോന്നി അവനെ യതീമായി പരിഗണിക്കാറുണ്ട്. എന്നാൽ പ്രായപൂർത്തി എത്തുന്നത് വരെ മാത്രമാണ് ഒരാൾ യതീമായി നിലകൊള്ളുന്നത്. പ്രായപൂർത്തി എത്തുന്നതിനുള്ള സ്ത്രീ പുരുഷന്മാരുമായി ബന്ധപ്പെട്ട 5 കാര്യങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. ശുക്ലം, അതായത് ബീജസ്ഖലനം ഉണ്ടാവുക, അത് പ്രായപൂർത്തി എത്തുമ്പോഴാണ്. അതുപോലെ സ്ത്രീകളാണെങ്കിൽ ആർത്തവം ഉണ്ടാവുക, അല്ലെങ്കിൽ ഗർഭം ധരിക്കുക. ഇനി സ്ത്രീ പുരുഷന്മാരായിരുന്നാലും ശരി, ഗുഹ്യ ഭാഗങ്ങളിൽ കട്ടിയുള്ള മുടികൾ വളരുക. ഇനി ഇതൊന്നുമല്ലെങ്കിൽ 15 വയസ്സ് പൂർത്തിയാവുക. ഇതിലേതെങ്കിലും ഒരു കാര്യമുണ്ടായാൽ ആണായാലും പെണ്ണായാലും പ്രായപൂർത്തിയെത്തി. ഗർഭം, ആർത്തവം എന്നത് സ്ത്രീക്ക് മാത്രം ബാധകമാകും. ബാക്കി 3 കാര്യങ്ങൾ പുരുഷനും സ്ത്രീക്കും ബാധകമാകുന്ന വിഷയങ്ങളുമുണ്ട്. അപ്പോ ഏറ്റവും കൂടിയാൽ 15 വയസ്സ് പൂർത്തിയാകുന്നതോടുകൂടി ഒരു കുട്ടി യതീമല്ലാതായി മാറും. 15 വയസ്സിന് മുന്നേയും ആകാം. കാരണം ഈ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യങ്ങൾ അതിന്റെ മുന്നേ ഉണ്ടായാൽ അപ്പോൾ തന്നെ കുട്ടി പ്രായപൂർത്തിയെത്തി. അവസാനത്തെ പരിധിയാണ് 15 വയസ്സ് പൂർത്തിയാകുന്നത്. ആ 15 വയസ്സ് പൂർത്തിയായ പിന്നെ ഇതല്ലാത്ത നേരത്തെ പറഞ്ഞ 4 കാരണങ്ങളും പരിഗണിക്കേണ്ടതില്ല. അവിടെ പ്രായം 15 പൂർത്തിയാവുക എന്നത് മാത്രമാണ്. അപ്പോ അതുവരെ കുട്ടിയെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യേണ്ടത് പിതാവില്ലാത്ത സ്ഥിതിക്ക് ആരുടെ ബാധ്യതയാണ്? ആ കുട്ടിയുടെ ഏറ്റവും അടുത്ത ബന്ധു ആരാണോ, അതായത് ഈ മരിച്ച ആളുടെ സ്വത്തിന് അവകാശിയായി വരുന്ന അവകാശികൾ ഉണ്ടാവുമല്ലോ. മരിച്ച ആളുടെ സ്വത്ത്, അതായത് മക്കളുടെ ബാപ്പ, അയാളുടെ സ്വത്തിന് ആരൊക്കെ അർഹരാണോ അതിലേറ്റവും അടുത്തുള്ള ആളാണോ അയാളാണ് ആദ്യം വലിയാകേണ്ടത്. അപ്പൊ ബാപ്പ മരിച്ചു, വല്യാപ്പ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ വല്ലിപ്പയാണ് വലിയായി മാറുന്നത്. അല്ലെങ്കിൽ മരിച്ച ആളുടെ ജ്യേഷ്ഠനോ അനിയനോ ഉണ്ട്, അതായത് കളാപ്പ മുത്താപ്പ ആളുകൾ, എങ്കിൽ അവരാണ് അവരുടെ വലിയായി വരേണ്ടത്. അപ്പൊ അത് വേറൊരു വിഷയമാണ്, ഞാനിലേക്ക് പോകല്ല. അപ്പൊ ആരാണോ ഈ സ്വത്തിന്റെ ഏറ്റവും അടുത്ത അവകാശി എങ്കിൽ അയാളാണ് ഈ കുട്ടികളെ പരിപാലിക്കേണ്ടുന്ന ചുമതല. അപ്പൊ യതീമായ കുട്ടിക്ക് സ്വത്ത് ഇല്ലെങ്കിൽ, ആ മരിച്ച ആൾക്ക് സ്വത്തില്ല എന്ന് വിചാരിക്കുക, എങ്കിൽ ആ കുട്ടിയെ സംരക്ഷിക്കേണ്ട ബാധ്യത ആർക്കാ? കുട്ടികളെ സംരക്ഷിക്കേണ്ട ബാധ്യത സ്വത്ത് കിട്ടാൻ ആരൊക്കെ അർഹരാണോ അവരൊക്കെ സംരക്ഷിക്കാനും ബാധ്യസ്ഥരാണ്. നമ്മൾ അവകാശം പറയലപ്പോഴാ ഇങ്ങോട്ട് കിട്ടാനുള്ളപ്പോ മാത്രമാണ്. എന്നാൽ പണ്ഡിതന്മാർ, ഫുഖഹാക്കളും ഖുർആൻ വ്യാഖ്യാതാക്കളും ഇസ്ലാമിക പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ച് കാണാം, അവകാശം എന്ന് പറയുന്നത് എത്ര കണ്ടുണ്ടോ അതുപോലെ കടപ്പാടുമുണ്ട്. ഒരാളുടെ സ്വത്തിന് നമ്മൾ അവകാശിയായി വരുമെങ്കിൽ, ഒരാൾ മരിക്കുമ്പോൾ അയാളുടെ സ്വത്തിന് നമുക്ക് അവകാശിയാണെങ്കിൽ ഏറ്റവും അടുത്ത അവകാശിയാരോ
അയാളുടെ ബാധ്യതയാണ് ഈ മരിച്ച അയാൾക്ക് സ്വത്തില്ലെങ്കിൽ അയാളുടെ മക്കളെയും ആ സംരക്ഷണവും ഒക്കെ ഏറ്റെടുക്കുക എന്നുള്ളത്. അപ്പൊ ഇങ്ങോട്ട് കിട്ടാനുള്ള അർഹത പോലെ അങ്ങോട്ട് കൊടുക്കാനുള്ള ബാധ്യതയുമുണ്ട്. ഇതും ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള വേറൊരു വിഷയമാണ്. ഞാനത് അത്ര മാത്രമേ അവിടെ പറയുന്നുള്ളൂ. ആ നിലക്ക് അവരെ സംരക്ഷിക്കണം. ഇനി അങ്ങനെ ആരുമില്ല എങ്കിൽ പിന്നെ ആര് സംരക്ഷിക്കണം? സ്വത്തില്ല മരിച്ച ആൾക്ക് സംരക്ഷിക്കാൻ കുടുംബത്തിൽ സാമ്പത്തിക ശേഷിയുള്ള ആരുമില്ല എങ്കിൽ ഇസ്ലാമിക ഭരണകൂടം സംരക്ഷിക്കണം. ഇസ്ലാമിക ഭരണകൂടം ഇല്ലാത്തടത്തോ മഹല്ല് സംവിധാനങ്ങൾ, മുസ്ലിം സംഘടനകൾ അല്ലെങ്കിൽ കൂട്ടായ്മകൾ അവരുടെ പൊതുബാധ്യതയാണ്. ഇസ്ലാമിക രാജ്യത്താണെങ്കിൽ ഒരാൾ മരിച്ചു, യത്തീമാണെങ്കിൽ, യത്തീമാന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയെത്താത്ത അവസ്ഥയിൽ അവരുടെ ബാപ്പ മരിച്ചു പോകുന്നു എങ്കിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇസ്ലാമിക രാജ്യങ്ങളിൽ മിക്ക ഇടങ്ങളിലും അതിനായി പ്രത്യേകമായ സർക്കാർ സംവിധാനങ്ങളുണ്ട്. ആ വീടുകളിൽ വന്ന് എത്ര പ്രായപൂർത്തിയെത്താത്ത ആളുകളുണ്ട് എന്ന് നോക്കി അവർക്ക് ഓരോരുത്തർക്കും വേണ്ട സൗകര്യങ്ങൾ, എന്തൊക്കെ താമസത്തിന് റൂമടക്കം, അവരുടെ ചെലവ്, പഠനം, ചികിത്സ എന്ന് വേണ്ട എന്തൊക്കെയുണ്ടോ അതൊക്കെ പ്രായപൂർത്തിയെത്തുന്നത് വരെ ഇസ്ലാമിക ഭരണകൂടം ചെയ്തു കൊടുക്കുന്നു. ഇന്നും അങ്ങനെയുള്ള ഭരണകൂടങ്ങളുണ്ട്. അപ്പോ ഏതായിരുന്നാലും കുട്ടി സംരക്ഷകനില്ലാതെ അനാഥമായി സംരക്ഷകനില്ലാത്ത ഒരവസ്ഥയിൽ കഷ്ടപ്പെടാനും ബുദ്ധിമുട്ടാനും പാടില്ല എന്ന നിലക്കാണ് ഇസ്ലാം ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. മാത്രവുമല്ല അത് കർശനമായ നിയമങ്ങളുമാണ്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഈ സംരക്ഷണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ആൾ, അയാൾക്കാണ് വലിയ എന്ന് പറയുന്നത്. ഇപ്പോൾ കല്യാണം നടത്തുമ്പോൾ നിക്കാഹ് നടത്താൻ പെണ്ണിനെ കെട്ടിച്ചുകൊടുക്കാൻ വലിയ ആവശ്യം. അതെന്താ? ആ കുട്ടിയുടെ ഉത്തരവാദിത്തം ആർക്കാണ്? ചിലപ്പോൾ ബാപ്പയാകാം, ബാപ്പയല്ലെങ്കിൽ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും അടുത്ത അവകാശി ആരാണോ അയാളാണ് വലിയായി മാറുന്നത്. ഇതേപോലെ ബാപ്പ മരിച്ചാലും കുട്ടിയെ സംരക്ഷിക്കാൻ ഒരാൾ വേണം. അയാളെ വലിയ എന്ന് ഇസ്ലാം പേരിട്ടു. ആ വലിയ, അതായത് സംരക്ഷകൻ, ഉത്തരവാദിത്തപ്പെട്ട ആള്, പരിപാലിക്കേണ്ട ആൾ, അയാൾ ഈ കുട്ടികളുടെ ഭക്ഷണം, പാർപ്പിടം, ചികിത്സ, വസ്ത്രം, പഠനം, അതേപോലെ അവർക്ക് ബാപ്പക്ക് സ്വത്തുണ്ടെങ്കിൽ ആ സ്വത്തിന്റെ സംരക്ഷണവും പരിപാലനവും ഏറ്റെടുക്കേണ്ടതും ഈ വലിയന്റെ ബാധ്യതയാണ് എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അത് എങ്ങനെയൊക്കെയാകണം? നീതിപൂർവമായിരിക്കണം, വ്യവസ്ഥാപിതമായിരിക്കണം. അക്രമോ അനീതിയോ അതിൽ നടത്താൻ പാടില്ല. ആ ആളുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിലെ 10-ാമത്തെ ആയത്തിൽ ഇന്നല്ലദീന യഅ്കുലൂന അംവാലൽ യതാമ ളുൽമൻ, അക്രമമായി അനീതിയായി യതീമുകളുടെ സമ്പത്ത് തിന്നുന്നവരാരോ അവർ. ഇവിടെ തിന്നുന്നവരെ കുറിച്ചാ പറയുന്നത്. അപ്പൊ ഒരു സംശയം ഉണ്ടാവും, തിന്നാനേ പറ്റാത്തതുള്ളൂ യതീമിന്റെ സ്വത്ത്, അല്ലാത്തതിന് ഉപയോഗിക്കാം. യതീമിന്റെ സ്വത്തെടുത്ത് തിന്നാൻ പാടില്ല, എന്നാൽ വീടുണ്ടാക്കാൻ യതീമിന്റെ പൈസ എടുക്കാം, യാത്രക്കെടുക്കാം, മരുന്നിനെടുക്കാം എന്ന് വിചാരിക്കാൻ പറ്റുമോ? ഇല്ല. ഇത് നേരത്തെ പലിശയുമായി ബന്ധപ്പെട്ട ഖുത്ബയിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. പലിശ തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തിന്നുക എന്നത് മനുഷ്യന്റെ സമ്പത്തിന്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യം, മനുഷ്യന്റെ ആവശ്യമായതുകൊണ്ട് അതിനെ ഖുർആൻ സൂചിപ്പിച്ചു. എന്നാൽ തിന്നുക എന്നത് മാത്രമല്ല, പണം ഉപയോഗിക്കലും, പലിശ സ്വത്ത് തിന്നുന്ന അല്ലാത്ത മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കലും പാടില്ലാത്തതാണ്. അത് ഖുർആന്റെ വേറെ ആയത്തുകൊണ്ട് തന്നെ അന്ന് വിശദീകരിച്ചിട്ടുണ്ട്, ജൂതന്മാരുമായി ബന്ധപ്പെട്ടത്. ഇനി അതില്ലെങ്കിൽ പോലും ഇത് ഖുർആന്റെ ഒരു പ്രയോഗമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുക, ഒരു വസ്തുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്താണോ അത് പറയുക എന്ന് പറഞ്ഞാൽ അതിന് മാത്രമേ പാടില്ലാത്തതുള്ളൂ എന്നല്ല, അല്ലാത്ത വിഷയത്തിലും ആ നിയമം ബാധകമാകും. അതേപോലെ തന്നെയാണ് ഇവിടെ സമ്പത്ത്, ടീമിന്റെ സ്വത്ത് തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തിന്നുക എന്നത് മാത്രമല്ല, തിന്നാനല്ലാത്ത മറ്റ് ആവശ്യങ്ങൾക്കും യതീമിന്റെ സ്വത്ത് അന്യായമായി, നുൽമൻ എന്ന് പറഞ്ഞാൽ അക്രമം എന്നും അനീതി എന്നും അർത്ഥമുണ്ട്. അപ്പൊ നീതിപരമല്ലാത്ത കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ കുട്ടിയുടെ സമ്പത്ത് നഷ്ടപ്പെടുകയോ അതിന് കുറവ് വരികയോ നഷ്ടം വരികയോ ചെയ്യുന്ന വിഷയങ്ങൾക്കോ ആ നിലക്കോ ഒന്നും അതിനെ കൈകാര്യം ചെയ്യാൻ പാടില്ല. എന്നിട്ട് ഖുർആന്റെ താക്കീത് എന്താ? ഇന്നമാ യഅ്കുലൂന അംവാലൽ യതാമ ഇന്നമാ യഅ്കുലൂന ഫീ ബുതൂനിഹിം നാറ. യതീമിന്റെ സ്വത്ത് അന്യായമായി തിന്നുന്ന, കൈകാര്യം ചെയ്യുന്ന ആളുകൾ അവർ അവരുടെ വയറ്റിലേക്ക് തിന്നുകൊണ്ടിരിക്കുന്നത് നാറൻ, തീ മാത്രമാകുന്നു. യതീമിന്റെ സ്വത്ത് അന്യായമായി എടുത്താൽ അവൻ തിന്നുന്നത് സ്വത്തല്ല, പണമല്ല, സ്വർണമല്ല, നോട്ടല്ല, റിയാലല്ല, ദീനാറല്ല, മറിച്ച് എന്താ ഖുർആൻ പറഞ്ഞത്? തീയാണ് അവൻ തിന്നുന്നത്. അവരുടെ വയറ്റിലേക്ക് അവർ തിന്നുന്നത് തീ മാത്രമാകുന്നു എന്ന് പറഞ്ഞാൽ തീ തിന്നുന്നത് പോലെ ഇത് അവന്റെ ഉള്ളിലും പുറത്തും, ദുനിയാവിലും നാളെ പരലോകത്തും ഇത് അവനെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. വസയസ്ലൗന സഈറ, അവിടെ പരലോകത്തുള്ളത് വേറെ പറയുന്നുണ്ട്. അപ്പൊ ആ തിന്നുന്ന ഭക്ഷണം അവനെ സംബന്ധിച്ചോളം തീ തിന്നുന്നതിന് തുല്യമാണ്. അവനെ തന്നെ നശിപ്പിക്കുകയാണ്. അവിടെ തീരുന്നില്ല, വസയസ്ലൗൻ, പിന്നെ അതായത് പരലോകത്തെത്തിക്കഴിഞ്ഞാൽ അവർ കത്തിയെരിയും. അവിടെ സഈറൻ, സഈർ എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ മറ്റൊരു പേരാണ്. നാറ്, ജഹന്നം, സഈർ, ഇങ്ങനെ വ്യത്യസ്ത പേരുകൾ നരകത്തെ സംബന്ധിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. സഈർ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ശക്തമായി കത്തിജ്വലിപ്പിക്കപ്പെട്ടത് എന്നാണ്. അപ്പൊ ഒരിക്കലും തണുത്തു പോകാത്ത, കെട്ടുപോകാത്ത, ഒരു ലോലതയും അല്ലെങ്കിൽ സുഖകരമായ അവസ്ഥയുമില്ലാത്ത, എപ്പോഴും കത്തി ജ്വലിച്ച് കെടാതെ നിൽക്കുന്ന നരകം. ആ നരകത്തിൽ ഈ
ആളുകൾ പ്രവേശിക്കുക തന്നെ ചെയ്യും എന്ന ഒരു താക്കീത് ഈ വിഷയത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയിട്ടുണ്ട്. ഇനിയോ ഇതിനെക്കുറിച്ച് പറയും ഒരു ദുർബലമായ ഹദീസ് കാണാം. അത് ചിലപ്പോൾ ഈ കേട്ടാൽ അങ്ങനെ ഉണ്ടോ എന്ന് സംശയിക്കാതിരിക്കാൻ വേണ്ടി മാത്രം ഇവിടെ സൂചിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നതായി പറയപ്പെടുന്ന ഒരു കാര്യം, ഖിയാമത്ത് നാളിൽ യതീമിന്റെ മുതൽ തിന്ന ആളുകൾ ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിക്കപ്പെടുക യതഅജ്ജജു അഫ്വാഹുഹും നാറൻ, അവരുടെ വായിൽ ഇങ്ങനെ തീ കത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഖബർ എണീറ്റ് വരുമ്പോ തൊള്ളേന്ന് ഇങ്ങനെ തീ ഇങ്ങനെ പാറി കത്തിജ്വലിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ്. അപ്പൊ അത് ആരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മുകളിൽ പറഞ്ഞ സൂറത്തുൻ നിസായിലെ തീയാണ് തിന്നുന്നത്, നരകത്തിൽ അവർ പ്രവേശിക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്ന ആയത്ത് ഊരി കൊടുത്തു. ഇത് ഹദീസായി ഇബ്നു ഹിബ്ബാനെ പോലെയുള്ള ഹദീസ് പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷേ ഷെയ്ഖ് അൽബാനിയെ പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നത് ദുർബലമാണ് എന്ന് മാത്രമല്ല, മൗലൂഅ് എന്ന വാക്ക് വരെ ഈ ഹദീസിനെ കുറിച്ച് ഉപയോഗിച്ചു. മൗലൂഅ് എന്ന് പറഞ്ഞാൽ ഒരു സനദും അടിസ്ഥാനവും ഇല്ലാത്ത ആരോ കെട്ടിയുണ്ടാക്കിയ, ഒരിക്കലും നബിയിലേക്ക് ചേർത്ത് പറയാൻ പറ്റാത്ത കാര്യമാണ്. അപ്പൊ ഇത് ഹദീസേ അല്ല. അപ്പൊ അങ്ങനെ കേട്ടാൽ അപ്പൊ ഇത് ഒരു കുറവാണോ? അല്ല. കാരണം എന്താ, ഈ പറഞ്ഞ കാര്യം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ പറഞ്ഞാണെങ്കിൽ ഇത് സനദില്ലാത്ത ലഈഫായ മൗദൂഅ ഹദീസ് ആയതുകൊണ്ട് അത് പറയാൻ പാടില്ല. അപ്പൊ ഖുർആൻ തന്നെ ശക്തമായ താക്കീത് അതിനെ സംബന്ധിച്ച് നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ മറ്റൊരു ആയത്ത് സൂറത്തുൽ ബഖറ 220 വയസ്അലൂനക അനിൽ യതാമ, യതീമകളെ കുറിച്ച് നിന്നോട് അവർ ചോദിക്കും. അവർ തന്നാരാ? സത്യവിശ്വാസികൾ. അപ്പോ സത്യവിശ്വാസികളായ ആളുകൾ നബിയെ നിങ്ങളോട് ചോദിക്കും അനാഥരെ സംബന്ധിച്ച്, യതീമകളുടെ കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? ഖുർആന്റെ മറുപടി ഖുൽ ഇസ്ലാഹുൽ ലഹും ഖൈറുൻ, അനാഥകൾക്ക് നന്മ വരുത്തുക എന്ന് പറയുന്നത്, അവർക്ക് ഗുണകരമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് ഖൈറുൻ, ഏറ്റവും ഉത്തമമായ ഒരു കാര്യമാണ്. അപ്പൊ അത് വലിയാകട്ടെ അല്ലാത്തവരാകട്ടെ, ഒരു യതീമിനെ കണ്ടാൽ അയാളുടെ വലിയന് മാത്രമെന്നല്ല, ആർക്കും സത്യവിശ്വാസികൾക്കൊക്കെ ആ വലിയന്റെ കാര്യത്തിൽ വലിയന് ഗുണകരമായി മാറുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ചെയ്തു കൊടുക്കണം. അത് ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് ഖൈറുൻ, നല്ല കാര്യമാകുന്നു. അപ്പൊ ആർക്കും യതീമിനെ സംരക്ഷിക്കാം, വലിയനും അല്ലാത്തവർക്കും പരിപാലിക്കാം, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. പ്രത്യേകിച്ച് അവർ സാമ്പത്തികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ. അപ്പൊ ഇത് എല്ലാ വിശ്വാസികളോടും അനാഥകളെ സംബന്ധിച്ച് ഉപദേശിച്ച, അല്ലെങ്കിൽ ഖുർആൻ സത്യവിശ്വാസികൾ എന്നുള്ള ചോദ്യത്തിന് മറുപടിയായി അള്ളാഹു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ജാഹിലിയത്തിൽ മുസ്ലിങ്ങളെ പോലെ തന്നെ, ഇസ്ലാം വരുന്നതിന് മുമ്പ് തന്നെ ജാഹിലിയത്തിലെ അറബികൾ അവരുടെ കുടുംബത്തിലുള്ള അനാഥകളെ സംരക്ഷിക്കാറുണ്ടായിരുന്നു. പക്ഷെ അക്കൂട്ടത്തിൽ ചില അനീതികളുമുണ്ട്. സൂറത്തുൻ നിസായിലെ 5-ാമത്തെ ആയത്ത് ഈ മക്കയിലെ മുശ്രിക്കുകൾ, ഞാൻ പറഞ്ഞല്ലോ, മുശ്രിക്കുകളും യതീമിനെ പരിപാലിച്ചിരുന്നു. പക്ഷേ അവരുടെ നിലപാടിൽ ചില തെറ്റായ സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു. അതെന്താ? നേരത്തെ ഖുർആൻ പറഞ്ഞതുപോലെ ലുൽമൻ എന്ന് പറഞ്ഞ അന്യായമായ ചില രീതികൾ. ഒരാൾ മരിച്ചു, അയാളുടെ മരിച്ച ആളുടെ ജ്യേഷ്ഠനോ അനിയനോ അല്ലെങ്കിൽ അടുത്ത വലിയായി വരുന്ന ആളാരാണോ അയാൾ ഈ കുട്ടികളെ പരിപാലിക്കുന്നു. ആ കൂട്ടത്തിൽ മക്കളെ കൂട്ടത്തിൽ പെൺകുട്ടികൾ ഉണ്ടാവും, ഈ മരിച്ച ആളുടെ സ്വത്തും ഉണ്ടാവും. ഇനി സ്വത്തില്ല എന്ന് വിചാരിക്കുക, ഈ സംരക്ഷിക്കുന്ന ആള് നേരെ കല്യാണം കഴിക്കാൻ പറ്റാത്ത മെഹറമായ ആളല്ല എങ്കിൽ അയാൾ തന്റെ സംരക്ഷണത്തിലുള്ള, താൻ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ചില കുതന്ത്രം പ്രയോഗിക്കും. കീഴിലാണല്ലോ, ഇയാളാണ് സംരക്ഷിക്കുന്നത്. അപ്പൊ ഒരുപക്ഷെ ആ പെൺകുട്ടി വിസമ്മതിക്കൂല. അപ്പൊ ആ പെൺകുട്ടിയെ അയാൾ കല്യാണം കഴിക്കും. കല്യാണം കഴിക്കൽ ഇസ്ലാമികമായി തടസ്സമല്ല. പിന്നെ അത് ജാഹിലിയത്തിലെ സമ്പ്രദായമാണ്. ഇനി ജാഹിലിയത്തിലല്ല, ഇസ്ലാമിലും അങ്ങനെ തന്നെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കല്യാണം കഴിക്കുമ്പോ എന്താണ്, മഹർ, അർഹമായ മഹർ ഈ പെണ്ണിന് കൊടുക്കൂല. അപ്പൊ എന്താ, ഈ സന്ദർഭം ഞാൻ ആ കുട്ടിയെ സംരക്ഷിക്കുന്നു, പരിപാലിക്കുന്നു, ഞാൻ പരിപാലകനാണ് എന്ന അവസ്ഥ ചൂഷണം ചെയ്ത് അർഹമായ മഹർ കൊടുക്കാതെ ഈ പെണ്ണിനെ കല്യാണം കഴിക്കുക. ഖുർആൻ അതിനെ വിലക്കി. വൈൻ ഖിഫ്തും അല്ലാ തുഖ്സിതു ഫിൽ യതാമ, അനാഥ കുട്ടികളെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാം. പക്ഷെ അനാഥയാണ് എന്നതുകൊണ്ടോ നിങ്ങൾ സംരക്ഷകരാണ് എന്നതുകൊണ്ടോ അർഹമായ മഹർ കൊടുക്കാതെയാണ് നിങ്ങൾ കല്യാണം കഴിക്കുന്നതെങ്കിൽ, അപ്പൊ ഒരു നീതി പുലർത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല യതീമിനെ കല്യാണം കഴിക്കുമ്പോ. ആ നീതി എന്താ? ആ പെണ്ണിന് കിട്ടേണ്ട അവകാശം എന്താണോ, മഹറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു പോകും, നീതി പുലർത്താൻ കഴിയുകയില്ല എന്ന് നിങ്ങൾ ഭയപ്പെട്ടാൽ ആ യതീമിനെ നിങ്ങൾ കല്യാണം കഴിക്കേണ്ട. അവിടെയാ ഖുർആൻ പറഞ്ഞത് ഫൻകിഹു മാ സാബലക്കും മിനൻ നിസാ മസ്നാ വ തുലാസ വ റുബാ, യതീമിനെ വിട്ടേക്കൂ. നീതി പുലർത്താൻ നിങ്ങൾക്ക് സാധ്യമല്ലെങ്കിൽ വേറെ പെണ്ണുങ്ങളെ പോയി കെട്ടിക്കോ, യതീം അല്ലാത്ത പെണ്ണിനെ കെട്ടിക്കോ, 2, 3, 4 കെട്ടിക്കോ. കെട്ടിക്കോ എന്ന് പറഞ്ഞ കൽപ്പനയല്ല, കെട്ടാം എന്ന അനുവാദമാണ്. അതും വേറെ വിഷയമാണ്, ബഹുഭാര്യത്വം. അപ്പൊ ഇവിടെ ഖുർആൻ ഈ ഒരു നിയമം കൊണ്ടുവന്നത് തന്റെ കീഴിലുള്ള യതീമിനെ കല്യാണം കഴിക്കുമ്പോ ആ യതീമിന് നൽകേണ്ടുന്ന കടമകളിൽ വീഴ്ച വന്നു പോകും എന്ന് പേടിയുണ്ടെങ്കിൽ ആ പെണ്ണിനെ യതീമിനെ കല്യാണം കഴിക്കാതിരിക്കണം. അതെന്തിനാ? നീതി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, അനീതി ഉണ്ടാകാതിരിക്കാൻ. അത്രത്തോളം ഇസ്ലാം യതീമുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശക്തമായ നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നതാണ് ഖുർആനിന്റെ ഈ കൽപ്പനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 5-ാമത്തെ വചനം നിസായിൽ തന്നെ, വലാ തുഅ്തു സുഫഹാ അംവാലക്കും, നിങ്ങൾ സുഫഹാക്കൾക്ക്, സഫീഹ് എന്ന് പറഞ്ഞാൽ ശരിയായ വിവരമില്ലാത്ത, അതായത് ഇൽമില്ലാത്ത, വിവരമില്ലാത്തവൻ,
അങ്ങനെയുള്ള ആളുകൾ നമ്മൾ പറയല്ലോ ഈ വിഡ്ഢി അല്ലെങ്കിൽ പൊണ്ണൻ എന്നൊക്കെ പറയുന്ന ശരിയായൊരു ബുദ്ധിപരമായി കഴിവില്ലാത്ത ആളുകൾക്ക് നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ നൽകരുത്. ഇത് പ്രത്യേകം മനസ്സിലാക്കണം. ഇതിന്റെ അടുത്ത ആയത്ത് പറയുന്നത് അനാഥയുടെ സ്വത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നാണ്. ഇതും ആ ഇനത്തിൽപ്പെട്ടതാണ്. ഇവിടെ പറയുന്നത് പൊതുവായ ഒരു കാര്യമാണ്. പാപ്പുണ്ട് എന്ന് വിചാരിക്കുക, പാപ്പുണ്ട് എങ്കിൽ പോലും മകൻ അല്ലെങ്കിൽ ഒരാൾ സ്വത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം, എന്റെ സ്വത്തിന് എത്ര മൂല്യമുണ്ട്, എന്ത് വിലക്കത് വിൽക്കാം, എത്ര വിലക്കിന്ന വസ്തു വാങ്ങാം എന്നൊന്നും വസ്തുക്കളുടെ ഗുണനിലവാരമോ അതിന്റെ മൂല്യമോ അറിയാത്ത ആളുകളാണെങ്കിൽ എന്താ സംഭവിക്കുക? അവനെല്ലാവരും പറ്റിക്കും, അല്ലെങ്കിൽ അവൻ ചതിയിൽ ചാടും. വില കുറഞ്ഞ വസ്തു വില കൂട്ടി വാങ്ങും, വിലകുള്ള വസ്തു കുറഞ്ഞ വിലക്ക് വിൽക്കും. ഇങ്ങനെയൊക്കെ സാമ്പത്തികമായി നഷ്ടം സംഭവിക്കും, ആളുകൾ അത് ചൂഷണം ചെയ്യും. അതുകൊണ്ട് തന്നെ ബുദ്ധിപരമായി പക്വതയും കഴിവും പ്രാപിക്കാത്ത ആരാകട്ടെ അവരുടെ സ്വത്ത് നിങ്ങൾ അവരെ ഏൽപ്പിച്ചു കൊടുക്കാൻ പാടില്ല. ഇത് വാപ്പുള്ളവനാണെങ്കിലും ശരി, അതായത് കൈകാര്യം ചെയ്യണം. ബുദ്ധിയും പക്വതയും പാകതയുമുള്ള അടുത്ത ബന്ധുക്കളായ യതീമിനെ സംരക്ഷിക്കുന്നത് പോലെ ഈ ബുദ്ധിയില്ലാത്ത മകനെ സംരക്ഷിക്കേണ്ട വാപ്പയോ അല്ലെങ്കിൽ ബന്ധുക്കളാണെങ്കിൽ അവർ ആ സ്വത്ത് കൈകാര്യം ചെയ്യണം, അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കരുത്. എന്താ അങ്ങനെ പറയാൻ കാരണം? അള്ളാഹു ഇവിടെ സ്വത്തിനെ കുറിച്ച് പറയാണ്, അല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമ. സ്വത്ത് എന്ന് പറയുന്നത് അള്ളാഹു ഖിയാം അവലംബമാക്കി നിശ്ചയിച്ചതാണ്. മനുഷ്യ ജീവിതത്തിന്റെ അത്താണിയാണ്, അവലംബമാണ്, അടിസ്ഥാനമാണ്. സമ്പത്തില്ലെങ്കിൽ മനുഷ്യൻ ജീവിക്കാൻ കഴിയില്ല. ആ ജീവിതത്തിന്റെ മനുഷ്യന്റെ അടിസ്ഥാനമായ നിലനിൽപ്പായ സമ്പത്ത് വിവരമില്ലാത്ത ആളുകൾ കൈകാര്യം ചെയ്താൽ അത് മനുഷ്യന് നാശമായി മാറും, സമ്പത്തിന് നാശമായി മാറും, സമൂഹത്തിന് നാശമായി മാറും. അതുകൊണ്ട് അത് പാടില്ല. നിങ്ങൾ സംരക്ഷിക്കണം, അവന് വിട്ടുകൊടുക്കരുത്. എന്നാലോ അവന് വേണ്ട ഭക്ഷണങ്ങൾ, വിഭവങ്ങൾ നിങ്ങൾ നൽകണം, അവർക്ക് വേണ്ട വസ്ത്രം നിങ്ങൾ കൊടുക്കണം. വഖൂലു ലഹും ഖൗലൻ മഅറൂഫ, മര്യാദക്ക് നല്ല നല്ല വർത്തമാനം അവരോട് പറയുകയും ചെയ്യണം. അപ്പൊ നല്ല പെരുമാറ്റം, അവരുടെ സമ്പത്ത് നിങ്ങൾ കൈകാര്യം ചെയ്യുക, അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കുക. ഇത് യതീമല്ലാത്തവരെ പോലും ഖുർആൻ പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ് എന്നതുകൂടി ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. ഇതിന്റെ അടുത്ത വചനം യതീമുകളെ സംബന്ധിച്ച് അത് പറയുന്നതിന് മുമ്പ് സൂറത്തുൽ അൻആമിലെ 152-ാമത്തെ വചനത്തിൽ വലാ തഖറബൂ മാലൽ യതീമി ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സൻ ഹത്താ യബ്ലുഗ അശുദ്ധഹു. ഇവിടെ യതീമിനെ സംബന്ധിച്ച് യതീമിന്റെ സ്വത്ത് വലാ തഖറബൂ നിങ്ങൾ കൈകാര്യം ചെയ്യരുത് ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല രീതി വഴി ഏതാണോ ആ നിലക്കല്ലാതെ. ഏതുവരെ? ഹത്താ യബ്ലുഗ അശുദ്ധഹു. നേരത്തെ പറഞ്ഞല്ലോ പ്രായപൂർത്തി എത്തുന്നത് വരെയാണ് യതീം. ഇവിടെ ഖുർആൻ പറഞ്ഞത് ബലാ അൽ അശുദ്ധ, ഹത്താ യബ്ലുഗ അശുദ്ധഹു, അവൻ അശുദ്ധ പ്രാപിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രായപൂർത്തിയും അല്ല ഉദ്ദേശിക്കുന്നത്. പ്രായപൂർത്തി എത്തി വിചാരിക്കുക, പ്രായപൂർത്തി എത്തിയ ഒരു അനാഥ, പ്രായപൂർത്തി എത്തിയിട്ടുണ്ട്, 15 വയസ്സായിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രായപൂർത്തി എത്തിയിട്ടുണ്ട്, പക്ഷേ അവൻ സ്വത്തിന്റെ വിലയറിയില്ല, മൂല്യം അറിയില്ല, ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം, ആർക്ക് വിൽക്കണം, എങ്ങനെ വിൽക്കണം എന്നറിയാത്തവനാണെങ്കിൽ അപ്പൊ ആ വിവരം ഉണ്ടാവുക എന്നതാണ് ഇവിടെ ഹത്താ യബ്ലുഗ അശുദ്ധഹു എന്ന് പറയുന്നത്. മറ്റൊരായത്തിൽ നിങ്ങൾ അവരിൽ നിന്ന് റുഷ്ദ് കണ്ടെത്തിയാൽ എന്ന് പറയുന്നത്. റുഷ്ദ് എന്നാൽ വിവേകം, പക്വത, പാകത, അതായത് കൈകാര്യം ചെയ്യാനുള്ള അറിവ്, സാമ്പത്തികമായ വിഷയങ്ങളെ സംബന്ധിച്ച് അതിന്റെ വില നിലവാരങ്ങൾ, ഇടപാട് നടത്തേണ്ട രീതികൾ ഒക്കെ എത്തുന്നതുവരെ, അതുവരെ യതീമിന്റെ സ്വത്ത് നിങ്ങൾ കൈകാര്യം ചെയ്യണം. എങ്ങനെ കൈകാര്യം ചെയ്യണം? ആ പ്രയോഗം നമ്മൾ മനസ്സിലാക്കേണ്ടത് ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല വഴി ഏതാണോ ആ നിലക്ക്. അതായത് നിങ്ങൾക്കെന്ത് നേട്ടമുണ്ടാകും എന്നല്ല നോക്കേണ്ടത്, മറിച്ച് ഈ അനാഥക്ക് ആ സ്വത്ത്, അനാഥക്കും അനാഥയുടെ സ്വത്തിനും എങ്ങനെ നല്ല അവസ്ഥയുണ്ടാകുമോ ആ നിലക്കാണ് കൈകാര്യം ചെയ്യേണ്ടത്. നമ്മുടെ ലാഭമല്ല നോക്കേണ്ടത്. യതീമിന്റെ സ്വത്ത് എങ്ങനെ പരിപോഷിപ്പിക്കാം, എങ്ങനെ അതിൽ വർധനവുണ്ടാക്കാം, എങ്ങനെ അത് നഷ്ടപ്പെട്ടു പോകാതെ പരിപാലിക്കാം, ആ നിലക്ക് അതിനെ നിങ്ങൾ കൈകാര്യം ചെയ്യണം. അപ്പോ സ്വത്ത് അങ്ങനെ തന്നെ, യതീമിന് സ്വത്തുണ്ട്, സംരക്ഷകൻ എന്ത് ചെയ്യുക? ഒന്നും ചെയ്യാതെ അവിടെ തന്നെ കെട്ടിപ്പൂട്ടി വെക്കാതെ വിചാരിക്കുക. ഇതുകൊണ്ട് വർധനവുണ്ടാവുമോ? ഇല്ല. വർധനവുണ്ടാകാവുന്ന കച്ചവടത്തിൽ അതുപോലെ കാര്യങ്ങളോ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അത് ഉപയോഗിക്കണം. ലാഭം ആർക്ക് കൊടുക്കണം? ഈ യതീമിന് കൊടുക്കണം. ഒരു പറമ്പുണ്ട്, അതിൽ പണിയൊന്നും എടുക്കുന്നില്ല, കിട്ടുന്നതൊക്കെ വലിച്ചെടുക്കുന്നു, പറിച്ചെടുക്കുന്നു, അത് ശരിയായ കൈകാര്യ രീതിയല്ല. ബില്ലത്തി ഹിയ അഹ്സൻ എന്ന് പറഞ്ഞപ്പെടൂല. വരുമാനം ഉള്ളത് എടുത്താൽ പോരാ, ഭാവിയിലും വരുമാനം കിട്ടാൻ അവിടെ പണിയെടുപ്പിക്കണമോ, വളമിടണമോ, അതുപോലെ തന്നെ കന്നുകൂട്ടി നന്നാക്കണമോ, എന്തൊക്കെ പണികൾ എടുക്കണമോ ആ പണികളൊക്കെ ചെയ്യണം. പറിച്ചെടുക്കാതെ വീണു പോവുകയോ ആളുകൾ എടുത്തുകൊണ്ടുപോവുകയോ ചെയ്യുന്ന അവസ്ഥയുണ്ടാകരുത്. ഇങ്ങനെ ഏത് മേഖലകൾ നോക്കിയാലും ആ സ്വത്തിന് ഏറ്റവും ഗുണകരമായ രീതിയാണ് ഏതാണോ ആ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യണം. ഖുർആന്റെ ഈ ചെറിയൊരു വാക്ക് മതി അതിന്റെ വിശാലത മനസ്സിലാക്കാൻ. എന്നിട്ടോ പിന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിനു ശേഷം അള്ളാഹു ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് ദാലിക്കും വസ്വാക്കും ബിഹി ലഅല്ലക്കും
ലഅല്ലക്കും തദക്കറൂൻ. ഇത് അള്ളാഹു നിങ്ങളോട് നൽകുന്ന വസിയത്താണ്. വസ്സാക്കും ബിഹി, അള്ളാഹുവിന്റെ നിങ്ങളോടുള്ള വസിയത്താകുന്നു ഇത്. വസിയത്തിന് എന്താ? ഗൗരവപ്പെട്ട ഒരു കാര്യത്തെ സംബന്ധിച്ച് ശക്തമായ ഉപദേശം നൽകുക എന്നാണ്. വെറൊരു വർത്താനല്ല, പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ നൽകുന്ന ശക്തമായ ഉപദേശത്തിനാണ് വസിയത്ത് എന്ന് അറബി ഭാഷയിൽ പറയാം. അപ്പൊ അള്ളാഹു നിങ്ങളോട് നൽകുന്ന വസിയത്താണിത്. ആരാണോ ഇത് കൈകാര്യം ചെയ്യേണ്ടത് അവരോടുള്ള വസിയത്താണ്. ലഅല്ലക്കും തദക്കറൂൻ, അത് അള്ളാഹുവിന്റെ ഒരു താക്കീതാണ്. നിങ്ങൾ കാര്യങ്ങൾ ഓർത്ത് അതനുസരിച്ച് പാലിക്കുന്നവരാകാൻ എന്ന് പറഞ്ഞാൽ നാളെ പരലോകത്തെത്തും അള്ളാഹിനോട് അള്ളാഹുവെ അങ്ങനെ പറഞ്ഞില്ലല്ലോ, എനിക്കത് അറിയില്ലായിരുന്നല്ലോ, എന്നാ പറഞ്ഞോടായിരുന്നോ എന്ന് ചോദിക്കാൻ ചാൻസ് ഇല്ല. അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്, വസിയത്ത് ചെയ്തിട്ടുണ്ട്. അത് ആ ഉപദേശം കേട്ട് ഉത്ബോധനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരാകാൻ വേണ്ടിയുള്ള അള്ളാഹുവിന്റെ വസിയത്താകുന്നു എന്നാണ് ഈ ഉപദേശത്തെക്കുറിച്ച് അള്ളാഹു നൽകിയിട്ടുള്ള താക്കീത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നേരത്തെ ഓതിയ തുടർന്നുള്ള ആയത്തിലേക്ക് വരാം. നിസായിൽ 2 ആയത്ത് ഓതി. 5-ാമത്തെ ആയത്ത് സുഫഹാ, വിവരമില്ലാത്ത ആളുകൾക്ക് സ്വത്ത് ഏൽപ്പിക്കാൻ പാടില്ലാതാണ്. അതിനുശേഷം ഖുർആൻ പറയുന്നത് യതീമിന്റെ സ്വത്താണ്. വബ്തലുൽ യതാമ ഹത്താ ഇദാ ബലഗുൻ നിക്കാഹ ഫഇൻ ആനസ്തും മിൻഹും റുഷ്ദൻ. അപ്പോ യതീമിന്റെ സ്വത്ത് യതീമിന് വിട്ടുകൊടുക്കരുത്. വിവരമില്ലാത്തവരുടെ സ്വത്തും വിട്ടുകൊടുക്കാൻ പാടില്ല. നിങ്ങൾ കൈകാര്യം ചെയ്യണം. ഭ്രാന്തനായ ഒരു കുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ മന്ദബുദ്ധിയായ ഒരു കുട്ടി. ഓൻ എന്നാണോ ആ അസുഖം മാറി വിവേകം പ്രാപിക്കുന്നത് അതുവരെ സ്വത്ത് കൈകാര്യം ചെയ്യേണ്ടത് മറ്റുള്ളവരാണ്, അവനല്ല. ആരുമില്ലെങ്കിൽ ഗവൺമെന്റ് ഏറ്റെടുക്കണം. ഇസ്ലാമിക ഭരണമില്ലെങ്കിൽ ഇസ്ലാമിക ഭരണം ഏറ്റെടുക്കും. അപ്പൊ ഇവിടെ യതീമായി, യതീമ് പ്രായപൂർത്തി എത്തി പോരാ. നേരത്തെ ബലഗ അശുദ്ധഹു എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ പ്രായപൂർത്തി എത്തിയ കുട്ടിയെ നിങ്ങൾ പരീക്ഷിക്കണം. പരീക്ഷിക്കാനാലും SLC എഴുതിപ്പിക്കുക, ഡിഗ്രി പാസ്സാപ്പിക്കുക എന്നല്ല. വബ്തലൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരെ അനുഭവിച്ചറിയുക. അതായത് ഇവൻ പ്രായപൂർത്തി എത്തിയിട്ടുണ്ട്. അപ്പൊ 2 കണ്ടീഷനാണ് യതീമിന്റെ സ്വത്ത് അവനെ ഏൽപ്പിക്കാൻ. ഒന്ന്, അവൻ പ്രായപൂർത്തി എത്തണം. രണ്ടാമത്തേത്, പ്രായപൂർത്തി എത്തിയാൽ പോരാ, അവന് പക്വത പ്രാപിക്കണം. അതെങ്ങനെ മനസ്സിലാക്കാം? നിങ്ങൾക്ക് പരീക്ഷിക്കാം, പണ്ഡിതന്മാർ വിശദീകരിച്ചു കാണാം. ഏൽപ്പിക്കാവുന്ന ഒരു പണി അവനെ ഏൽപ്പിച്ചു കൊടുക്കുക. ഇത് ഈ സംരക്ഷിക്കുന്ന വലിയ കൊണ്ടു നടക്കുന്ന ഏതെങ്കിലും ഒരു ഉത്തരവാദിത്വം, ചിലപ്പോൾ അവന്റെ സ്വത്തുമായി ബന്ധപ്പെട്ടെന്നാലേ വേറൊരു കാര്യമാകാം. അപ്പൊ സാമ്പത്തികമായ വിഷയങ്ങളിലും കൈകാര്യങ്ങളിലുമൊക്കെ അവൻ പക്വത പ്രാപിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഒരു ജോലി അവനെ ഏൽപ്പിക്കുക. അത് അവൻ കൃത്യമായി നിർവഹിക്കുന്നുണ്ടെങ്കിൽ അവന്റെ സ്വത്ത് കൈകാര്യം ചെയ്യാൻ അവൻ പാകത പ്രാപിച്ചിരിക്കുന്നു, റുസ്തെത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഖുർആൻ ഇവിടെ ഉപയോഗിച്ചത് വബ്തലുൽ യതാമ, യതീം പക്വത പ്രാപിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരീക്ഷിക്കണം. എപ്പോഴും ഹത്താ ഇദാ ബലഗുൻ നിക്കാഹ, അവൻ വിവാഹപ്രായമെത്തിയാൽ. വിവാഹപ്രായമെത്തുന്ന നേരത്തെ പറഞ്ഞ പ്രായപൂർത്തിയെത്തിയാൽ വിവാഹപ്രായമെത്തി. 18 വയസ്സാണ്ട, 21 വയസ്സും ആവണ്ട. സർക്കാർ നിയമമല്ലേ ഞാൻ പറഞ്ഞത്, ഇസ്ലാമിന്റെ നിയമതാണ്. പ്രായപൂർത്തി എത്തിയാൽ അവൻ വിവാഹത്തിന് പ്രായമെത്തി. അപ്പൊ ആ പ്രായപൂർത്തി എത്തുക എന്നതാണ് ഇവിടെ ബലഗുൻ നിക്കാഹ. നിക്കാഹിന് പ്രായമായാൽ, കല്യാണം കഴിക്കാൻ പ്രായമായാൽ, പ്രായപൂർത്തി എത്തിയാൽ പരീക്ഷിച്ചിട്ട് ഫൈൻ ആനസ്തും മിൻഹും റുഷ്ദൻ, പരീക്ഷിച്ച് നിങ്ങൾക്ക് അവരിൽ നിന്ന് മനസ്സിലായി ഇവൻ പക്വത പ്രാപിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ഫദ്ഫഉ ഇലൈഹിം, അപ്പോൾ പിന്നെ നിങ്ങൾ അവരുടെ സ്വത്ത് അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. ഇത് വിശദീകരിച്ചുകൊണ്ട് ശൈഖ് ഉതൈമീൻ പറയാണ്, നിങ്ങൾ അവരോട് ലാ തഖൂലു, നിങ്ങൾ ഈ സ്വത്ത് കൈകാര്യം ചെയ്ത വലിയ രക്ഷിതാവ് പക്വതയും പ്രായപൂർത്തിയും എത്തിയ യതീമിനോട് പിന്നെ പറയാൻ പാടില്ല എന്ത്, ഖുദൂ അംബാലക്കും, വന്നോ എന്റെ പൈസ കൊണ്ടുപോയിക്കോ എന്ന് പറയാൻ പാടില്ല. കാരണം ഖുർആൻ പറയാണ് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുന്നത്. ഇദ്ഫഉ ഇലൈഹിം അംബാലക്കും, യതീമിന്റെ സ്വത്ത് അവൻ പക്വതയും പ്രായപൂർത്തിയും എത്തിയാൽ അവർക്ക് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. ഇവിടെ വന്ന് വാങ്ങിക്കോന്നല്ല, അങ്ങനെ പറയരുത്. അത്ര പോലും ഇസ്ലാമിന്റെ കണിശമായ നിയമമാണ്. പക്വതയും പാകതയും എത്തിയോ ഓന്റെ സ്വത്ത് അവൻ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. ഓൻ ചോദിക്കാൻ കാത്തുക്കണ്ട. ഇവൻ വന്ന് ചോദിച്ച് കെഞ്ചന്റെ കാര്യമല്ല, പ്രായപൂർത്തി എത്തുന്നത് വരെ മാത്രമാണ് എന്നെ ഏൽപ്പിച്ചത്, പക്വത പ്രാപിക്കുന്നത് വരെ. പക്വതയും പ്രായപൂർത്തിയും എത്തിയോ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കും. അതാണ് സെയിം പറഞ്ഞത്. ഇങ്ങോട്ട് കൊണ്ട് വാങ്ങിക്കോ എന്ന് പറയാൻ പാടില്ല, അത്രക്ക് കണിശമാണ്. പിന്നെയോ കൈകാര്യം ചെയ്യുന്ന സന്ദർഭത്തിൽ എങ്ങനെ കൈകാര്യം ചെയ്യാൻ നേരത്തെ പറഞ്ഞു, ഏറ്റവും നല്ല രീതിയിലായിരിക്കണം. വലാ തഅ്കുലുഹാ ഇസ്റാഫൻ വബിദാറ, നിങ്ങൾ യതീമിന്റെ സ്വത്ത് തിന്നരുത്, കൈകാര്യം ചെയ്യരുത്. ഇവിടെയും തിന്നാന്നുള്ളത് കൈകാര്യവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളുമാണ്. ഇസ്റാഫൻ, പരിധി വിട്ട്. ഇപ്പൊ യതീമിനെ ചെലവഴിക്കുകയാണെങ്കിൽ തന്നെ, യതീമിന്റെ സ്വത്താണ് ചെലവഴിക്കുന്നത് എങ്കിൽ പോലും അമിതമായി പരിധിക്കപ്പുറത്ത് ചെലവഴിക്കാൻ പാടില്ല. ഇനി യതീമിന്റെ സ്വത്ത് അത് കൈകാര്യം ചെയ്യുന്ന ആൾ, അയാൾ ധനികനല്ല എങ്കിൽ അയാൾക്ക് ആവശ്യമായത് എന്നാൽ അയാൾ എടുക്കുന്ന പണിക്ക് ആവശ്യമായ കൂലി അയാൾക്ക് യതീമിന്റെ സ്വത്തിൽ നിന്ന് എടുക്കാം. പക്ഷേ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, അമിതമായ കൂലി എടുക്കാൻ പാടില്ല, അമിതമായത് എടുക്കാൻ പാടില്ല. പിന്നെയോ ബിദാറൻ അയ്യക്ബറു, നിങ്ങൾ ധൃതി കാണിക്കാൻ പാടില്ല. അതായത് ഒരു ചിന്ത ഉണ്ടാവും, പ്രായപൂർത്തിയും പക്വത എത്തിയ പൈസ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കണം, അല്ലേ? അപ്പൊ പിന്നെ എന്നാണ് പ്രായപൂർത്തി എത്തുക, എപ്പോഴാണ് പക്വത പ്രാപിക്കുക? അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കൊടുക്കണം. അത് കഴിഞ്ഞാൽ ഇയാളുടെ അധികാരം അവസാനിച്ചു. അപ്പൊ ആ അധികാരം നഷ്ടപ്പെട്ടാൽ പിന്നെ എനിക്ക് കീശയിലാക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് വബിദാറൻ, ധൃതി പിടിച്ചും ചെയ്യാൻ പാടില്ല. അയ്യക്ബറു,
ഈ യത്തീം കുട്ടി വലുതായി വരും എന്ന പേടി കാരണത്താൽ, അപ്പൊ പ്രായപൂർത്തി എത്തിയാൽ കൊടുക്കണമല്ലോ, അതിനിടക്ക് എന്ത് ചെയ്യാവുന്നൊക്കെ ചെയ്യട്ടെ, ഇത് നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ മുക്കാൻ കഴിയുന്നതൊക്കെ മുക്കട്ടെ, ചെലവഴിക്കാവുന്ന ചെലവഴിക്കട്ടെ, കയ്യിലാക്കാവുന്ന കയ്യിലാക്കട്ടെ എന്ന തോന്നുന്ന ഖുർആന്റെ പ്രയോഗം നോക്കണം. മക്കള് വലുതായി പോയാൽ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും എന്ന കാരണത്താൽ ധൃതിപ്പെട്ട് ചെലവഴിക്കാനോ അമിതമായി ചെലവാക്കാനോ തിന്നാനോ പാടില്ല. വമൻകാന ഖനിയ്യൻ ഫൽയസ്തഅഫിഫ്, സ്വത്ത് കൈകാര്യം ചെയ്യുന്ന സംരക്ഷകൻ വലിയ, അയാൾ സ്വന്തം പൈസയുള്ള ധനികനാണ്. എളാപ്പ, മൂത്താപ്പ, വല്യാപ്പ ഒരു സ്വന്തം പൈസ ഉണ്ട്. പക്ഷേ പൈസ ഉണ്ടെങ്കിലും അയാളുടെ ബാധ്യതയാണ് ഈ സ്വത്ത് കൈകാര്യം ചെയ്യൽ. അപ്പൊ എന്താ ഒരു ന്യായം പറയാം, ഞാനെന്തിനാ സ്വത്ത് സംരക്ഷിക്കുന്നത്, വെറുതെ ഫ്രീ ആയിട്ട് ഞാൻ ചെയ്യൂല, എനിക്ക് അതിന് കൂലി വേണം എന്ന് പറഞ്ഞാൽ പാടില്ല എന്നാണ്. എടുക്കാൻ പാടില്ല. കാരണം എന്താ, അവന് അള്ള വേറെ കൊടുത്തിട്ടുണ്ട്, നിനക്കല്ലാഹു പൈസ തന്നിട്ടുണ്ട്, നീ അത് തിന്നാ മതി. ഈ യത്തീമിന്റെ സ്വത്ത് സംരക്ഷിക്കുന്നു എന്നതിന്റെ പേരിൽ കൂലിയായോ അല്ലാതെയോ നീ എടുക്കരുത്. ഖുർആൻ വെച്ച് വാക്ക് നോക്കൂ, ഫൽയസ്തഅഫിഫ്, അവൻ അന്തസ് പുലർത്തട്ടെ, മാന്യത പുലർത്തട്ടെ. അപ്പൊ മാന്യതക്ക് നിരക്കാത്തൊരു പണിയാണ് പൈസ ഉള്ള യത്തീമിനെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവൻ സംരക്ഷണത്തിന്റെ ചെലവായി യത്തീമിന്റെ പൈസയിൽ നിന്ന് വല്ലതും എടുക്കുക എന്ന് പറയുന്നത്. എന്നാലോ അവൻ കാന ഫക്കീറൻ, ഒരു ദരിദ്രയുടെ വാപ്പ മരിച്ചു, എളാപ്പ, മൂത്താപ്പ അല്ലെ വല്യാപ്പ കൂലിപ്പണിക്കാരനാവും, അയാൾക്ക് ആളെ കുടുംബം പോറ്റാൻ പണിക്ക് പോകണം. ആ ദിവസം യത്തീമിന്റെ സ്വത്തിന് പറമ്പ് പണിയെടുക്കുക, അത് സംരക്ഷിക്കാൻ വേണ്ടി പോയാൽ ഇയാള് വീട് പട്ടിണിയെടുക്കും. അങ്ങനെയാണെങ്കിൽ സംരക്ഷിക്കുന്ന വലിയ ധനികനാണെങ്കിൽ ബിൽ മഅറൂഫ്, മര്യാദക്കുള്ളത് തിന്നോളൂ എന്ന് പറഞ്ഞാൽ സമ്പാദിക്കാനല്ല, ധൂർത്തടിക്കാനുമല്ല, അമിതമാകാനുമല്ല, ആവശ്യത്തിനുള്ളത് നിനക്കതിൽ നിന്ന് എടുക്കാം. എടുക്കുന്ന പണിക്ക് ആവശ്യമായ, തനിക്ക് ആവശ്യമായ ചെലവിനുള്ളത് ഈ സ്വത്തിൽ നിന്ന് എടുക്കാം. ആരാണെങ്കിൽ, ദരിദ്രനാണെങ്കിൽ. ധനികനാണെങ്കിൽ എടുക്കാൻ പാടില്ല. ശൈഖ് ഉത്തൈമീൻ അത് വിശേഷിച്ചുകൊണ്ട് പറയുന്നത് കാണാം, ധനികനാണെങ്കിൽ എടുക്കാനേ പാടില്ല. ഇനി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നുണ്ട്. ഒരാൾ പറയാണ്, ഞാനിപ്പോ അങ്ങനെ വെറുതെ ഒന്നത് കൈകാര്യം ചെയ്യൂല, എനിക്ക് കൂലി വേണം എന്ന് പറഞ്ഞാൽ, എന്നാ ഈ കൂലി എടുത്തോ, അങ്ങനെ കൈകാര്യം ചെയ്തോന്നല്ല, അവൻ കോടതിയെ സമീപിക്കട്ടെ. എന്താ പറയേണ്ടത് കോടതിയെ സമീപിക്കാൻ? ഞാനാണ് വലിയ, എനിക്ക് സ്വന്തം പൈസ ഉണ്ട്, പക്ഷെ ഞാൻ വെറുതെ പണിയെടുക്കൂല, ഞാൻ പണിയെടുത്താൽ സംരക്ഷിക്കാനുള്ള ചെലവിന് അതിനുള്ള കൂലി എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞാൽ നീ അത് സംരക്ഷിക്കേണ്ട, നീ കോടതിയെ സമീപിക്കുക. എന്നിട്ട് കോടതി തീരുമാനിക്കട്ടെ, തന്നെ തന്നെ ഏൽപ്പിക്കണോ അല്ല കോടതി ഏറ്റെടുക്കണോ, ഭരണകൂടം ഏറ്റെടുക്കണോ, ഫ്രീ ആയി ചെയ്യുന്ന വേറൊരാളെ ഏറ്റെടുക്കണോ. അത്രക്ക് കണിശമായി ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതൻ തന്നെ പറഞ്ഞത് കാണാം. ഫൈദാ ദഫഅ്തും ഇലൈഹിം അംവാലഹും, ഇതൊന്നും വേറെ വിശദീകരണത്തിന്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ആയത്ത് മാത്രം ഓതിപ്പോന്നി. ഫൈദാ ദഫഅ്തും ഇലൈഹിം അംവാലഹും, ഇനി ഖുർആൻ പറയാൻ, നിങ്ങൾ അവർക്ക് പ്രായബുദ്ധി എത്തിയാൽ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കണം, പക്വതയും എത്തിയാൽ. അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ഫഅശ്ഹിദു അലൈഹിം, നിങ്ങൾ അവരുടെ മേൽ സാക്ഷികളെ ഉണ്ടാക്കണം. എന്ത്? യതീമിന്റെ പൈസ നമ്മൾ സംരക്ഷിക്കുന്നു, പ്രായപൂർത്തിയും പക്വതയെത്തപ്പോ അവനെ തന്നെ ഇരുന്ന എന്റെ പൈസ എടുത്തോ, ഞാൻ ഏൽപ്പിച്ചു തന്നു, തൊള്ളോണ്ട് പറഞ്ഞാൽ പോരാ, അതിന് സാക്ഷി ഉണ്ടാകണം. ഇസ്ലാമികമായ 2 സാക്ഷികൾ ഉണ്ടാകണം. ഏത് വിഷയത്തിൽ? 2 പുരുഷന്മാരായ സാക്ഷികൾ. മറ്റു ചില വിഷയങ്ങളിൽ കടമടപാടുമായി ബന്ധപ്പെട്ടെടുത്ത് 2 പുരുഷന്മാർ, ഇനി ഒരു പുരുഷനെ, മുസ്ലിമായ ഒരു പുരുഷനെ ഉള്ളുവെങ്കിൽ 2 മുസ്ലിങ്ങളായ സ്ത്രീകളെ ഒരു പുരുഷന്റെ സ്ഥാനത്ത് ചേർക്കണം എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 182 ഏറ്റവും 252 വലിയ ആയത്ത് അവിടെ വിശദീകരിച്ചത് കാണാൻ പറ്റും. അപ്പോ ഇവിടെ 2 സാക്ഷികൾ ഉണ്ടാകണം. എന്തിനാണ് ഇവിടെ സാക്ഷി ഉണ്ടാകണമെന്ന് പറഞ്ഞത്? അത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. സാക്ഷിയില്ലെങ്കിൽ ഒരാൾ ചെയ്തത് നല്ല കാര്യമാവും എന്ന് വിചാരിക്കുക. സത്യസന്ധനാണ്, അയാളൊന്നും എടുത്തിട്ടില്ല, മര്യാദക്ക് കൈകാര്യം ചെയ്തു. പക്ഷേ അങ്ങനെ കൈകാര്യം ചെയ്താൽ പോലും ഒരുപക്ഷെ താൻ സ്നേഹിച്ച് നീതി പുലർത്തി സത്യസന്ധമായി ഒരുപാട് അധ്വാനിച്ച് പൂറ്റി വളർത്തിയ ഈ യതീം വലുതാകുമ്പോ ഒരുപക്ഷെ അവൻ പറയും, ഇന്ന ആള് എന്റെ സ്വത്ത് തിന്നിട്ടുണ്ട്, സംരക്ഷിച്ചാക്കാൻ സഹിക്കാൻ കഴിയോ? ഇല്ല, ഞാൻ കൃത്യമായി കൈകാര്യം ചെയ്തു. എവിടെ തെളിവ്? തെളിവില്ല. അപ്പൊ അതിന് അങ്ങനെ ഒരു തർക്കമില്ലാതിരിക്കാൻ, സംരക്ഷിക്കപ്പെട്ട വലിയ തെറ്റിദ്ധാരണയിൽ അകപ്പെടാതിരിക്കാൻ, അതുപോലെ തന്നെ സംശയങ്ങൾ ഇല്ലാതിരിക്കാൻ, ഇതിനുവേണ്ടി എന്ത് ചെയ്യണം? ഭാവിയിൽ പ്രശ്നമില്ലാതെക്കാൻ. സത്യസന്ധനായ ഇയാൾ സംശയിക്കപ്പെടും. കുട്ടി ചിലപ്പോ അറിയാതെയോ അറിഞ്ഞിട്ടോ ഇയാളോടുള്ള വേറെന്തെങ്കിലും ദേശത്തിന്റെ പേരിൽ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കും. 2 നിലക്കുണ്ടാകാൻ പാടില്ല. അന്യായമായ തർക്കമുണ്ടാകരുത്, അന്യായമായ ഒരാൾ സംശയിക്കപ്പെടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ വിഷയമാണ്. അതുകൊണ്ട് ആ സാമ്പത്തിക വിഷയത്തിൽ നിങ്ങൾ 2 സാക്ഷികളെ നിർത്തണം. അതെന്തിനാ? ഈ തർക്കവും കാര്യങ്ങളും ഇല്ലാതിരിക്കാനാണ്. എന്നിട്ടോ വകഫാ ബില്ലാഹി ഹസീബാ, ഇത് അല്ലാഹുവിന്റെ ഒരു താക്കീതാണ്. വകഫാ ബില്ലാഹി ഹസീബാ, വിചാരണ ചെയ്യുന്നവനായി, നിരീക്ഷിക്കുന്നവനായി അല്ലാഹു മതി
ഇത് രണ്ടാളോടുള്ള താക്കീത. കൈകാര്യം ചെയ്യുന്ന വലിയ അള്ളാഹുവിന്റെ നിയമത്തിന് വിരുദ്ധമായി സ്വത്ത് കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിൽ നിന്ന് വല്ലതും അവൻ കട്ടെടുത്തിട്ടുണ്ടെങ്കിൽ, വല്ലതും കൈക്കലാക്കിയിട്ടുണ്ടെങ്കിൽ, എടുക്കാൻ അവകാശമില്ലാത്തവൻ എടുത്തിട്ടുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ നിയമങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, ഏറ്റവും ശരിയായ രീതിയിലല്ലാതെ വല്ല ഇടപാടും അതിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അതിൽ പെടും. അള്ളാഹുവിന്റെ വിചാരണ ഉണ്ടാകും പരലോകത്ത്. വിചാരണ ചെയ്യാൻ അള്ളാഹു കഫാ, മതിയായവനാണ്. അതിന് അള്ളാഹ്ക്ക് ഒരു പ്രയാസമില്ല, വേറൊരാളുടെ ആവശ്യമല്ല, ഒരു സഹായത്തിന്റെയും ആവശ്യമില്ല എന്ന താക്കീത് നീ മനസ്സിലാക്കിക്കോ. അതോടൊപ്പം പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം, ഇത് ഈ കുട്ടിക്കുമുള്ള ഒരു താക്കീതാണ്. നീ എങ്ങാനും എന്നെ സംരക്ഷിക്കുക, ഈ വലിയനെ സംബന്ധിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തിനെതിൽ കളവ് പറഞ്ഞ് കട്ടിരിക്കുന്നു, മുക്കിയിരിക്കുന്നു, അയാൾ എന്നെ ആക്രമിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയാൽ ഈ നന്മ ചെയ്ത മനുഷ്യനെ സംബന്ധിച്ച് ആരോപണം ഉന്നയിച്ചതിന്റെ പേരിൽ നിന്നെ വിചാരണ ചെയ്യാനും അള്ളാഹു തന്നെ മതി. ആ പരലോകത്തുണ്ടാകുന്ന വിചാരണയെ നീ സൂക്ഷിച്ചുകൊള്ളണം എന്നതാണ് ഖുർആൻ അവിടെ ഉണർത്തുന്നത്. ഇനി സ്വത്ത് കൈകാര്യം ചെയ്യുമ്പോ നമ്മുടെ സ്വത്തും യത്തീമിന്റെ സ്വത്തുണ്ട്. അതിൽ ചിലതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടകലർന്നാണ് ജീവിക്കുന്നതെങ്കിൽ, നേരത്തെ പറഞ്ഞ ആ ഫക്കീറായ മനുഷ്യന്റെ അവസ്ഥ പോലെ അവിടെയും ഖുർആൻ പറഞ്ഞു, സൂറത്ത് ബഖറയിലെ 220 ആയത്തിൽ, വൈൻ തുഹാലിതൂഹും, നിങ്ങൾ അവരുമായി ഇടകലർന്നാണ് ജീവിക്കുന്നതെങ്കിൽ ഫഇഖ്വാനുക്കും, അപ്പോൾ അവർ നിങ്ങളുടെ സഹോദരന്മാരാണ്. പക്ഷെ ഒരു താക്കീതുണ്ട്, വല്ലാഹു യഅലമുൽ മുഫ്സിദ മിനൽ മുസ്ലിഹി, ഫസാദ് ഉണ്ടാക്കവൻ, സ്വത്ത് നശിപ്പിക്കുന്നവനാരാണ്, നല്ല നിലക്ക് പെരുമാറുന്നവനാരാണ് എന്ന് അള്ളാഹു അറിയുന്നു. അപ്പൊ കൃത്രിമം കാണിക്കുന്നതും അള്ളാഹു അറിയും, നല്ല നിലക്ക് സ്വത്ത് കൈകാര്യം അള്ളാഹു അറിയും എന്ന് നീ മനസ്സിലാക്കിക്കോ. അള്ളാഹു എങ്ങാനും ഉദ്ദേശിക്കുന്നെങ്കിൽ നിന്നെയും അള്ളാഹു പ്രയാസപ്പെടുത്തുമായിരുന്നു. അതും താക്കീതാണ്. അള്ളാഹു ഉദ്ദേശിച്ചുകൊണ്ട് എനക്ക് പ്രയാസമല്ല എന്നത്, ആ പ്രയാസം അള്ളാഹു രക്ഷപ്പെടുത്തി. ഇവിടെയും അള്ളാഹു ഒരു താക്കീത് നൽകുന്നത് കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ നിയമങ്ങൾ വളരെ കൃത്യമായി പാലിച്ചുകൊണ്ട് നാളെ പരലോകത്ത് യതീമിനെ സംരക്ഷിക്കുന്നവനും ഞാനും സ്വർഗത്തിൽ ഇങ്ങനെയാണ് എന്ന് നബി 2 വിരലുകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. നബിന്റെ അടുത്തായിരിക്കും അവൻ എന്നത് ഈ പറഞ്ഞ മര്യാദകൾ പാലിച്ചുകൊണ്ട് സ്വത്ത് സംരക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ്. അക്കൂട്ടരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലദീ ബല്ലഗ റിസാലത വഅദ്ദൽ അമാന. ഈ പറഞ്ഞ സ്വത്ത് അവർക്ക് തിരിച്ചേൽക്കുമ്പോൾ സാക്ഷികളെ നിർത്തണം എന്നത് നമ്മൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല പൊതുവെയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ എന്താ വിഷയം? എന്റെ സ്വത്ത് ഞാൻ കൈകാര്യം ചെയ്യല്ല, വേറൊരുത്തന്റെ സ്വത്ത് ഞാൻ കൈകാര്യം ചെയ്യാൻ. അത് യത്തീമിന്റേതാണെങ്കിലും ശരി, നേരത്തെ പറഞ്ഞ ബുദ്ധിപരമായി കഴിവില്ലാത്ത സഫീഹിന്റേതാണെങ്കിലും ശരി, അല്ലെങ്കിൽ നമ്മളെ വേറൊരാൾ ഏൽപ്പിച്ച സ്വത്താണെങ്കിലും ശരി. ഇനി അതല്ല, ഒരു പൊതു സംവിധാനമാണ് എന്ന് വിചാരിക്കുക. അപ്പൊ സംഘടനയാകാം, പാർട്ടിയാകാം, കൂട്ടായ്മയാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും അത്തരം സാമ്പത്തികമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംവിധാനമാകാം. അതുപോലെ തന്നെ നമ്മുടെ മഹല്ല് സംവിധാനങ്ങൾ, പള്ളി, മദ്രസ, മർക്കസ്, ട്രസ്റ്റ്, ഇതുപോലുള്ള ഏത് വിഷയങ്ങളാണെങ്കിലും നമ്മുടേതല്ലാത്ത സ്വത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്തൊക്കെ ഇതുപോലുള്ള കൃത്യമായ കണക്കുകളും വ്യവസ്ഥകളും അതുപോലെ തന്നെ സാക്ഷികളും ഉണ്ടായിരിക്കണം എന്നത് ഇതും സൂറത്തുൽ ബഖറയിലെ ആയത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പറഞ്ഞ ആയത്തിന്റെ വിശദീകരണത്തിൽ ഷെയ്ഖ് ഉസൈമീൻ പറഞ്ഞത് കാണാം, ഇവിടെ സാക്ഷി ഉണ്ടാകണം എന്ന് പറഞ്ഞത് നിർബന്ധ കൽപ്പനയാണ്. വേണമെങ്കിൽ 2 സാക്ഷി ഉണ്ടായിക്കോട്ടെ എന്നല്ല, സ്വത്ത് ഏൽപ്പിച്ചു കൊടുക്കുമ്പോ നിർബന്ധമാണ് സാക്ഷി ഉണ്ടാകണമെന്ന് പറയുന്നത്. അതെന്തിനാ? ഭാവിയിൽ ഈ സംരക്ഷകനും യത്തീമിനിടയിൽ ഒരു തർക്കം ഉടലെടുക്കാതിരിക്കാൻ വേണ്ടി. തർക്കമുണ്ടാകുമ്പോൾ സംരക്ഷിച്ച പരിപാലകനെതിരിൽ ആരോപിക്കപ്പെടാതിരിക്കാൻ, സംശയിക്കപ്പെടാതിരിക്കാൻ വേണ്ടി. അപ്പൊ കൈകാര്യം ചെയ്യുന്ന ആൾ സത്യസന്ധരായിരിക്കാം. ഒരു പൈസയും അയാൾ എടുക്കുന്നില്ല, കൃത്യമായി അദ്ദേഹത്തിനെടുക്ക കണക്കുണ്ട്, അയാൾ അത് കൈകാര്യം ചെയ്യുന്നു. ഒരു പൈസയും അയാൾ എടുക്കുന്നില്ല എങ്കിൽ പോലും സ്വാഭാവികമായും മനുഷ്യനാണ്. മനുഷ്യന്റെ മനസ്സിൽ ശൈത്താൻ രക്തത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കും. എന്തിനാ? വസ്വാസം ഉണ്ടാക്കാൻ. കണ്ടോ, അയാൾ ഒറ്റക്കാ പൈസ കൈകാര്യം ചെയ്യുന്നു, അയാൾ അവിടെ കണക്ക് അവതരിപ്പിക്കുന്നത്. അയാൾ സത്യസന്ധനായിരിക്കാം, എന്നാലും അയാൾ കണക്ക് പറയേണ്ടതല്ലേ? അപ്പൊ അങ്ങനെ സംശയം ഉണ്ടായാൽ ഇയാൾ കുടുങ്ങി. അത് കുടുങ്ങാതിരിക്കാൻ എന്താണ്? കണ്ടോ, ഇത്ര പൈസ വരവുണ്ട്, ഇത്ര പൈസ ചെലവുണ്ട്, കിട്ടിയ പൈസക്ക് റെസിപ്റ്റ് ഉണ്ട്, കൊടുത്ത പൈസക്ക് വൗച്ചറുണ്ട്, ഇതാ രേഖയുണ്ട് എന്ന് കാണിക്കാൻ അവിടെ ആളുകൾ ഉണ്ടാകണം. ഇതെന്തിനാണ്? ഈ പറഞ്ഞ ആരോപണത്തിനും ഭിന്നിപ്പിനും പഴുതില്ലാതിരിക്കാനാണ് എന്നാണ് ഇത് വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് പറയുന്നത്. അപ്പൊ തർക്കം മുറിച്ചു കളയാൻ, ആരോപണത്തെ ഇല്ലായ്മ ചെയ്യാനും വേണ്ടി 2 ലക്ഷ്യമാണ്. ഇതില്ലെങ്കിൽ ഇത് രണ്ടും ഉണ്ടാവും. അപ്പൊ അത് ഖുർആൻ വളരെ ശക്തമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇനി ഒരാൾ പറയാണ്, എന്റെ പൈസ ഒക്കെ കണക്കൊക്കെ ക്ലിയർ ആണ്, ഞാൻ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്, ചെലവഴിക്കാനുള്ളതൊക്കെ ചെലവഴിച്ചിട്ടുണ്ട് എന്നൊരാൾ വാദിച്ചാൽ അയാളുടെ വാദം അപ്പടി സ്വീകരിക്കേണ്ടതുണ്ടോ? യത്തീമിന്റെ സ്വത്തേറ്റ് ബന്ധപ്പെട്ട പറയണത്. അല്ലാത്തതും
ഇത് ബാധകവും. സ്വീകരിക്കേണ്ടതില്ലാതെ ശൈഖ് പറയണത്. അയാളുടെ ആ വാക്ക് സ്വീകരിക്കേണ്ട. അങ്ങനെ അയാളുടെ വാക്ക് മാത്രം സ്വീകരിച്ചാൽ മതിയായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് അള്ളാഹു സാക്ഷി വേണമെന്ന് പറഞ്ഞത്? അപ്പൊ സാക്ഷി വേണമെന്ന് പറഞ്ഞത് അയാളുടെ വാദത്തിന് തെളിവാണ്, ആളുകളുടെ സംശയം തീർക്കാനാണ്, ആളുകൾ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാതിരിക്കാനും അല്ലെങ്കിൽ സംശയിക്കാതിരിക്കാനും വേണ്ടിയാകുന്നു എന്ന് പറഞ്ഞത് കാണാം. ഇനി സൂറത്ത് ബഖറയിലെ 252 കടമിടപാടുമായി ബന്ധപ്പെട്ട ആയത്ത്, അവിടെ നീണ്ട ആയത്താണ്, ഒരു പേജുള്ള ഒരു ആയത്താണ്, ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് എന്തിനെ കുറിച്ചാ? സാമ്പത്തിക ഇടപാടും എഴുതി വെക്കണം, ആരെഴുതണം, എഴുതേണ്ട വാക്ക് ആരാ പറയേണ്ടത്, പൈസ വായ്പ കൊടുത്തവനാണോ പറയേണ്ടത്, കൊടുക്കാനുള്ളവനാണോ പറയേണ്ടത്, എഴുതാൻ ആവശ്യപ്പെട്ടാൽ എഴുതാതിരിക്കാൻ പറ്റുമോ, സാക്ഷി പറയാൻ ആവശ്യപ്പെട്ടാൽ സാക്ഷിയാകാതിരിക്കാൻ പറ്റുമോ, എത്ര ആളുകൾ സാക്ഷി ഉണ്ടാകണം, ആണുങ്ങളില്ലെങ്കിൽ പിന്നെ എത്ര പെണ്ണിനെടുക്കണം, ഇതൊക്കെ ഖുർആൻ വിശദമായി പ്രതിപാദിച്ച ഒരായത്താണ്. ആ ആയത്തിൽ പറഞ്ഞ വെറും ഒരു കഷ്ണം മാത്രം ഞാൻ ഇവിടെ ഉദ്ധരിക്കാം. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ? ദാലികും അഖ്സതു ഇൻദല്ലാഹ് വ അഖ്വമു ലിശഹാദ വ അദ്നാ അല്ലാ തർതാബു. എന്താണ്? നിങ്ങൾ രണ്ട് സാക്ഷികളെ സ്വീകരിക്കണം, പുരുഷന്മാരിൽപ്പെട്ട, ഇല്ലെങ്കിൽ ഒരാണും ഒരാളുടെ സ്ഥാനത്ത് രണ്ട് പെണ്ണും എന്നൊക്കെ പറഞ്ഞ് കുറെ കഴിഞ്ഞിട്ട് പിന്നെ ആ വിഷയം പറഞ്ഞ് അതിന്റെ ഇടയ്ക്ക് ഖുർആൻ പറയാണ് ദാലികും അഖ്സതു ഇൻദല്ലാഹ്. സാമ്പത്തികമായ ഇടപാടുകളിൽ ഇസ്ലാം പറഞ്ഞിട്ടുള്ള എഴുതിവെക്കൽ, സാക്ഷി എന്നീ കാര്യങ്ങൾ ഉണ്ടാകണമെന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും നീതിപൂർവകമായ കാര്യം അതാകുന്നു. കൃത്യമായ കണക്ക് വേണം, എഴുത്ത് വേണം, സാക്ഷി വേണം, റെസിപ്റ്റ്. പണ്ടത്തേക്കാളൊക്കെ എളുപ്പമാണ് ഇപ്പോ. കാരണം എന്താ, ഇപ്പോ കിട്ടിയ പൈസക്ക് റെസിപ്റ്റ്, ആര് തന്നാലും റെസിപ്റ്റ് എഴുതി കൊടുക്കുക. എന്ത് ചെലവഴിച്ചാലും ആർക്കാണോ കൊടുക്കുന്നത് അയാളോട് വൗച്ചറിൽ ഒപ്പിടിക്കുക. ഇതിപ്പോ എല്ലാ കണക്കുകളിലുള്ളതാണ്. അപ്പൊ അതൊക്കെ എന്തിനാ? അഖ്സതു ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും നീതിയുള്ള തീരുമാനമാണിത്. വഅഖ്വമു ലിശഹാദ, സാക്ഷ്യത്തിന്റെ ഏറ്റവും ചൊവ്വായ മാർഗവുമാകുന്നു ഇത്. രണ്ടാമത്തത്. മൂന്നാമത്തത് വഅല്ലാ തർതാബു, കൈകാര്യം ചെയ്യുന്നവനും ആരുടേതാണോ, ആരിൽ നിന്ന് പിരിക്കുന്നുവോ, ആര് തരുന്നുവോ അവർ സംശയിക്കാതിരിക്കാനും, കൈകാര്യം ചെയ്യുന്നവർ സംശയിക്കപ്പെടാതിരിക്കാൻ. ഇത് ഞാൻ വിശദീകരിക്കില്ല. ഇത് കഴിഞ്ഞിട്ട് ശൈഖ് ഉസൈമീൻ പറയാൻ തഅലീലുൻ ലിഹാദിഹിൽ അഹ്കാം, ഖുർആൻ പറഞ്ഞ ഈ നിയമങ്ങൾക്കുള്ള കാരണം വിശദീകരിക്കലാണ്. ഇലലുൻ തലാസ, 3 കാരണമാണ് അള്ളാഹു പറഞ്ഞത്. അള്ളാഹു ഈ വിധി പറയാൻ 3 കാരണങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറയാം. വൈലാ സാഅതി ഹാദിഹി മാ വജദതു ഹുക്മൻ യുഅല്ലലു ബിസലാസിൻ ഇലലുൻ മൻസൂസുൻ അലൈഹ. വ്യക്തമായി പറയപ്പെട്ട 3 കാരണങ്ങൾ പറയപ്പെട്ട ഒരു വിധി അള്ളാഹുവിന്റെ ദീനിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അല്ലാതെ ഞാൻ പറയില്ല, എന്റെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടില്ല ഒരു കാര്യത്തിന് 3 കാരണം അള്ളാഹു പറഞ്ഞത്. അപ്പൊ 3 കാരണം ഇവിടെ എന്താ പറഞ്ഞത്? നീതിപൂർവകമായത്, ഏറ്റവും ചൊവ്വായ വഴി, അതുപോലെ തന്നെ സംശയിക്കാതിരിക്കാൻ. ഈ 3 കാരണം പറഞ്ഞത് മറ്റൊരാളുടെ സ്വത്ത്, അത് യതീമിന്റേതാകട്ടെ അല്ലാത്തതാകട്ടെ, നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഈ 3 കാരണങ്ങൾ ഇതിനുണ്ട്. അപ്പൊ നോക്കൂ, യതീമിന്റേത് മാത്രമല്ല, പൊതു സ്വത്ത് കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ ഈ കാര്യങ്ങൾ ഉണ്ടാകണം. എന്താ പറയാൻ? വഹുവ യദുല്ലു അലാ ഇനായത്തില്ലാഹി ബിൽ മുആമലാത്തിൽ മാലിയ്യ, സാമ്പത്തികമായ ഇടപാടുകൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ അള്ളാഹുവിന്റെ ശ്രദ്ധയാണ് ഈ 3 കാര്യങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം വീണ്ടും അവസാനം പറയാൻ അല്ലാത്ത ശുക്കൂ, ആരുടെ സ്വത്താണോ കൈകാര്യം ചെയ്യുന്നത് അവർ സംശയിക്കാതിരിക്കാൻ. യത്തീമിന്റെ സ്വത്താണെങ്കിൽ യത്തീം സംശയിക്കാതിരിക്കാൻ, കമ്മിറ്റിയുടെ സ്വത്താണെങ്കിൽ, മഹലിന്റെ സ്വത്താണെങ്കിൽ, ട്രസ്റ്റിന്റെ സ്വത്താണെങ്കിൽ, സംഘടന സ്വത്താണെങ്കിൽ അതിന്റെ അനുയായികളായ, അതിൽ തരുന്നവരും അതിന്റെ ഉപഭോക്താക്കളും അതുപോലെ തന്നെ ദാതാക്കളുമായ ആളുകൾ സംശയിക്കാതിരിക്കാൻ. ഇദാലം തക്തുബി ശൈഅ വലം യുശ്ഹിദ് അലൈഹി ഫഇന്നഹു ശൈഉൻ യഹ്സുലു ഇർതിയാബ്, എഴുതാതെ സാക്ഷിയില്ലാതെ കൃത്യമായ കണക്ക് ബോധിപ്പിക്കാതെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, അല്ലെങ്കിൽ പിന്നെ മാനേജർ, പിന്നെ കൺവീനർ, ട്രഷറർ, ഒരു 3 ആളെങ്കിലും ഇല്ലാത്തൊരു സംവിധാനം ഉണ്ടാവില്ല പൊതുകാര്യങ്ങളിൽ. ഏറ്റവും ചുരുങ്ങിയത് ബാങ്കിൽ അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ ജോയിന്റ് അക്കൗണ്ട് വേണമെന്നാണ്. അതിന്റെ ഇവിടുത്തെ ഇസ്ലാമികമല്ല, ഇവിടുത്തെ ഗവൺമെന്റ് കൊണ്ടുവന്നതാ. ജോയിന്റ് അക്കൗണ്ട്, പൊതു സ്വത്ത് ഒരാൾ കൈകാര്യം ചെയ്യാൻ പാടില്ല. അതിൽ വരുന്നതും പോകുന്നതും എന്തിനു പോയി എവിടുന്ന് വന്നു എന്നുള്ളത് 2 ആളെങ്കിലും അറിയണം. ഇവിടുത്തെ ഗവൺമെന്റ് നിയമമാണ്. ബാങ്ക് പോയി നിങ്ങൾ അക്കൗണ്ട് എടുത്തു നോക്കി, നിങ്ങളെ അക്കൗണ്ട് ഇട്ടു, വേറെ അക്കൗണ്ട് ഇട്ടില്ല. അപ്പൊ അതൊക്കെ എന്തിനാണ് ഇവിടെ ശൈഖ് പറയാൻ? ഇങ്ങനെയില്ലെങ്കിൽ യഹ്സുലിർത്തിയ, സംശയം ഉണ്ടാവും ആളുകൾക്ക്. വല്ലിർത്തിയ, സംശയമാകട്ടെ ഹാദാ യുഖ്ലിഖുൻ നഫ്സ, മനസ്സിൽ കലക്കുണ്ടാക്കും, അസ്വസ്ഥത ഉണ്ടാക്കും. ഇത് ശരിയാണോ തെറ്റാണോ? അയാൾ കൈകാര്യം അങ്ങനെയാണോ ഇങ്ങനെയാണ്? ഈ അസ്വസ്ഥത ഇല്ലാതിരിക്കാൻ 2 ആൾക്കും, കൈകാര്യം ചെയ്യുന്ന ആൾക്കും അസ്വസ്ഥത ഉണ്ടാവും, കൈകാര്യം ആരുടേതാണോ അയാൾക്കും അസ്വസ്ഥത ഉണ്ടാവും. അതില്ലാതിരിക്കാൻ എന്ന് സൂറത്തുൽ ബഖറ ഈ ആയത്തിന്റെ തഫ്സീറിൽ ശൈഖ് ഉസൈമീൻ സൂചിപ്പിച്ചത് കാണാം. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മളൊക്കെ പല മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ്. യതീമിനത് മാത്രമല്ല, ഏതാണെങ്കിലും ശരി, സാമ്പത്തിക രംഗത്ത് കൃത്യമായ രേഖയും കണക്കും അത് ബോധ്യപ്പെടുത്തേണ്ടവരെ ബോധ്യപ്പെടുത്തേണ്ടതും നമ്മുടെ സുരക്ഷയ്ക്കു കൂടി ആവശ്യമാണ്. സമൂഹത്തിന്റെ സംശയമില്ലാത്ത, ഭിന്നിപ്പില്ലാത്ത നിലനിൽപ്പിനും ആവശ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു